യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ചു സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യാം. ഹാലേലൂയാ, 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 ഹാലേലൂയാ. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹാലേലൂയാ, 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 ഹാലേലൂയാ. തിരു രക്തത്തിന്റെ സംരക്ഷണായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, റോമ 3:25-26, 1 യോഹന്നാൻ 1:7, എഫേസസ് 1:7, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21 വചനത്തോടെയും 1 പത്രോസ് 1:18 വെളിപാട് 12:11 ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും ഈ നിമിഷം കഴുകി വിശുദ്ധീകരിക്കണം. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സംരക്ഷണം നൽകണം. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളെയും, ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും, ഞങ്ങളുടെ ചുറ്റുപാടുകളെയും ഈശോയെ ഞങ്ങൾ ഈ നിമിഷം സമർപ്പിക്കുന്നു, സംരക്ഷണമായി പ്രാർത്ഥിക്കുന്നു. ആബാ പിതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും 1 യോഹന്നാൻ 1:7 വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 8:12 ഈശോയുടെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏശയ്യാ 10:17 ഞങ്ങൾ വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ. അമ്മ മാതാവിന്റെ പ്രകാശത്താൽ വെളിപാട് 12:1-2 വലയം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ ദൂതന്മാരുടെ പ്രകാശത്താൽ ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. കൊലോസസ് 2:5 ഈശോയെ വിശുദ്ധരോട് ചേർന്ന് അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹാലേലൂയാ, ഹാലേലൂയാ. സമർപ്പിക്കുന്നു ഈശോയെ, സംരക്ഷണമായി പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ. ജോബ് 1:10, സക്രിയ 2:5, സക്രിയ 9:8, 2 മക്കബായ 8:18 വചനത്തിലൂടെ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. ഈശോയെ, കോട്ടയ്ക്കുള്ള മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് സങ്കീർത്തനം 147:13 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. ഏശയ്യാ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 16:19, യോഹന്നാൻ 20:23, മത്തായി 8:16, എഫേസസ് 6:17, സങ്കീർത്തനം 107:20, ലൂക്ക 10:19, മത്തായി 16:16 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെ ഈശോയെ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ വചനത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഫിലിപ്പിയർ 2:9 മുതൽ 11 വരെയുള്ള വചനത്തിലൂടെയും, അപ്പസ്തലനോട് 4:12 റോമ 10:13 അപ്പസ്തലനോട് 2:21 ജോയൽ 2:32 ഈശോയെ അവിടുത്തെ നാമത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് 1 കൊരിന്തോസ് 1:10 വിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ. പൗരോഹിത്യ അധികാര ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് മർക്കോസ് 3:14-15 വചനത്തോടെയും, ലൂക്ക 9:1-2 വചനത്തോടെയും, 1 യോഹന്നാൻ 3:8 പ്രത്യേകമായി കൃപയിൽ നിന്നുകൊണ്ട് ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. എഫേസസ് 2:2, എഫേസസ് 5:6, ഏശയ്യാ 30:1, നിയമാവർത്തനം 21:30, 1 സാമുവേൽ 15:23, ജെറമ്യ 11:8 എല്ലാ തരത്തിലുള്ള അനുസരണക്കേടിന്റെ അരൂപികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. ഹോസിയ 5:4, ഹോസിയ 4:12, 1 യോഹന്നാൻ 2:15-16, എസെക്കിയേൽ 20:7-8, 2 പത്രോസ് 2:14, നാഹു 3:4, മത്തായി 5:28 വ്യഭിചാര ദുർഭൂതത്തിന്റെ സ്വാധീനങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. ജ്ഞാനം 4:12 സങ്കീർത്തനം 50:18 1 കൊരിന്തോസ് 15:33 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയ. എല്ലാ തരത്തിലുള്ള സ്ലേയിങ് സ്പിരിറ്റിന്റെ സ്വാധീനങ്ങളെ, വാശി, വൈരാഗ്യം, വിദ്വേഷത്തിന്റെ അരൂപികളെ
ഹെബ്രായർ 12:14-15 വചനത്തിലൂടെ, അപ്പോസ്തലരുടെ 8:23 എഫേസസ് 4:31 കൊളോസസ് 3:8 സങ്കീർത്തനം 109:3-5 വരെയുള്ള വചനത്തിലൂടെ, 1 യോഹന്നാൻ 3:12-15 വരെയുള്ള വചനത്തിലൂടെ, ഉൽപ്പത്തി 4:5 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നതൊക്കെ 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. 1 തിമോത്തി 6:10 സഭാപ്രസംഗൻ 5:10 2 തിമോത്തി 4:10 കൊളോസസ് 3:5 ഹെബ്രായർ 13:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നതൊക്കെ 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. അസൂയ, തർക്കം എന്നതിന്റെ പുറകെയുള്ള രൂപികളെ 1 കൊരിന്തോസ് 3:3 യാക്കോബ് 3:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നതൊക്കെ 8:31 കൽപ്പിച്ചയക്കുന്നു. ഫിലിപ്പിയ 3:19 റോമ 16:18 എല്ലാ തരത്തിലും ഭോജനപ്രിയത്തിന്റെ രൂപിയിൽ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നതൊക്കെ 8:31 കൽപ്പിച്ചയക്കുന്നു. അഹങ്കാരത്തിന്റെ രൂപികളെ ഏശയ്യ 14:9-14 വരെയുള്ള വചനത്തോടെ, പ്രഭാഷകൻ 10:10-18 വരെയുള്ള വചനത്തോടെ, ജെറമിയ 9:23 ഒബേദിയ 3 ലൂക്ക 1:53 ജെറമിയ 50:30-31 വചനത്തോടെ, 1 കൊരിന്തോസ് 8:1-2 വചനത്തോടെ, യോഹന്നാൻ 7:17-18 വചനത്തോടെ എല്ലാ തരത്തിലുള്ള സെൽഫ് ഗ്ലോറിയുടെ രൂപികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നതൊക്കെ 8:31 കൽപ്പിച്ചു. എല്ലാ തരത്തിലും ആത്മപ്രശംസയുടെ രൂപികളെ യാക്കോബ് 4:16 സുഭാഷിതം 30:32 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നതൊക്കെ 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയ. 2 തെസ്സലോനിക്ക 2:11 നിത്യാബോധത്തിന്റെ രൂപികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നതൊക്കെ 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയ, ഹാലേലൂയാ, ഹാലേലൂയ. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകളെ എഫേഷ്യൻസ് 3:5 സങ്കീർത്തനം 51:5 ബാറൂക്ക് 4:35 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നതൊക്കെ 8:31 കൽപ്പിച്ചേക്കുന്നു. എല്ലാ തരത്തിലുള്ള ലോകാരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നതൊക്കെ 8:31 കൽപ്പിച്ചയക്കുന്നു. യാക്കോബ് 4:4 റോമ 8:7 ജ്ഞാനം 13:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നതൊക്കെ 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. വ്യത്യസ്ത അരൂപിയുടെ സ്വാധീനങ്ങളെ യേശുനാമത്തിൽ ഗലാത്യ 1:6-7 വചനത്തിലൂടെയും 2 കൊരിന്തോസ് 11:4-5 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നതൊക്കെ 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എസെക്കിയേൽ 8:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നതൊക്കെ 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. റോമ 5:5 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയ. ജ്ഞാനം 7:7 ജ്ഞാന ചൈതന്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയ. ദൈവ പരിപാലന വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. സക്രിയ 12:10 ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ. ഗലാത്യ 5:22 ഈശോയെ പരിശുദ്ധാത്മാവിന്റെ ഫലം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യ 66:2 ഏശയ്യ 66:2 കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമ അനുതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഏശയ്യ 34:16 ഏശയ്യ 34:16 കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നാം ധ്യാനിക്കുക
പൂർവപിതാവായ യൗസേപ്പിന്റെ ആന്തരിക വിശ്വാസ ജീവിതം ഭാഗം 2. ദൈവ പരിപാലനത്തിന്റെ തിരുഹിതവും ദൈവ പരിപൂർണതയിലേക്കുള്ള തിരിച്ചുവരവും. ഇതാണ് നാം യൗസേപ്പിന്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലെ ക്ലേശങ്ങൾക്കിടയിലും ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ സാന്നിധ്യവും വഴി നടത്തലും അനുഭവിച്ച് എല്ലാറ്റിനെയും തന്റെ രക്ഷാപരമായ പദ്ധതിയിലേക്ക് നയിക്കുന്നത് തന്നെയാണ് ദൈവത്തിന്റെ പരിപാലന ഹിതം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ചില അപൂർവ നിമിഷങ്ങളിൽ പ്രാർത്ഥനയും വേണ്ടത്ര പഠനങ്ങളും വ്യക്തിപരമായും പിന്നെ കൂടിയുള്ളവരുടെയും പരിചയങ്ങളും സാഹചര്യങ്ങളുടെ വിലയിരുത്തലുകളും എല്ലാം നടത്തിയിട്ടും അമ്പേ പരാജയപ്പെടുന്ന നിമിഷങ്ങളിൽ നാം ദൈവ പരിപാലന ഹിതത്തെ സംശയിച്ചിട്ടുണ്ടോ? കുറേയേറെ വചനങ്ങള് നമ്മെ അത്തരം അനുഭവമുള്ളവരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആദ്യത്തേത് പത്രോസിന്റെ തന്നെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ലൂക്ക 5:5. ലൂക്ക 5:5. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വല ഇറക്കാം. ഇതിവിടെ നാം മനസ്സിലാക്കുന്നത് അതുവരെ അവർക്കുള്ള എല്ലാ അനുഭവങ്ങൾക്കും വ്യത്യസ്തമായ ഒരു ദിശയിലേക്ക് ഈശോ അവരെ നയിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന് പല ഉപരി വിപ്ലവ ബോധ്യങ്ങളാണുള്ളത്. അതിൽ നിന്ന് അവരെ ആഴങ്ങളിലേക്ക് എത്തിക്കണം. ദൈവ പരിപാലന ഹിതത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആഴങ്ങളിലേക്ക് പോകാനുള്ള ഒരു വിളിയാണ്. അതുകൊണ്ടാണ് അവരോട് ഈശോ പറയുന്നത് ലൂക്ക 5:4. ലൂക്ക 5:4. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വല ഇറക്കുക. പത്രോസിന്റെ ജീവിതത്തിൽ വീണ്ടും ഇതേപോലെ ഒരു അവസ്ഥ നമുക്ക് യോഹന്നാൻ 21:3 കാണാൻ സാധിക്കും. യോഹന്നാൻ 21:3. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ദൈവ വഴിയിൽ വന്നതിന് ശേഷം വീണ്ടും ലോകത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ശൂന്യതയാണ് ഈ ഒരു അനുഭവത്തില് നാം മനസ്സിലാക്കുന്നത്. ഇനി വളരെയധികം പ്ലാനിങ്ങുകളോടുകൂടി നടക്കുന്ന മനുഷ്യരുണ്ട്. എന്നിട്ട് എല്ലാ പ്ലാനിങ്ങും അവസാനം വട്ടപൂജ്യമായി കാണുന്ന കണ്ട് മക്കളെ ഞായറാഴ്ച കുർബാന മുടക്കി ട്യൂഷന് വിട്ട് വലിയ ഭാവി സ്വപ്നം കണ്ട് അവസാനം ജോലി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന കുറെ മക്കളെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏശയ്യ 5:2. ഏശയ്യ 5:2. അവൻ അത് കിളച്ചു കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിന്റെ മധ്യത്തിൽ അവൻ ഒരു കാവൽമാടം പണിതു. മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. ഇതുപോലെ തന്നെ ജോബിന്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്നു.
പക്ഷെ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ട് ജീവിതത്തിൽ പലതും വരുന്നു. അതാണ് നാം ജോബിന്റെ പുസ്തകം 30-ാം അധ്യായം 26-ാം വചനത്തിൽ വായിക്കുന്നത്. ജോബ് 30:26. എന്നാൽ ഞാൻ നന്മ അന്വേഷിച്ചപ്പോൾ തിന്മ കൈവന്നു, ഞാൻ പ്രകാശം കാത്തിരുന്നപ്പോൾ അന്ധകാരം വന്നു. ഹഗായി പറയുന്ന കാര്യമുണ്ട്, ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥ. വളരെയധികം അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ബാക്കിയൊന്നുമില്ല. ഹഗായി 1:6. ഹഗായി 1:6. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിരു മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. ഹഗായി 1:9. ഹഗായി 1:9. നിങ്ങൾ ഏറെ തേടി, ലഭിച്ചതോ അല്പം മാത്രം. നിങ്ങൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും തന്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എന്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. ഏഷ്യ അതുപോലെ തന്നെ ഒരു അനുഭവം പറഞ്ഞിട്ടൊരു അതിനൊരു പരിഹാരവും പറയുന്നുണ്ട്. ഏഷ്യ 49:4. ഏശയ്യ 49:4. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എന്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എന്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. ഈ പ്രതീക്ഷയും പ്രത്യാശയുമാണ് ദൈവപരിപാലന തിരുഹിതം മനസ്സിലാക്കുകയും ദൈവ പരിപൂർണതയുടെ ഹിതത്തിലേക്കുള്ള തിരിച്ചുവരവിനെ നമ്മെ സഹായിക്കുന്നത്. അങ്ങനെയുള്ളവര് എന്താ വന്നാലും കർത്താവിൽ ആനന്ദിക്കുമെന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അതാണ് ഹബക്കൂക്ക് നമ്മെ 3:17 പഠിപ്പിക്കുക. ഹബക്കൂക്ക് 3:17. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കർത്താവിൽ ആനന്ദിക്കുന്ന അവസ്ഥയാണ് ദൈവ പരിപൂർണതയിലേക്കുള്ള തിരിച്ചുവരവ്. ഈ ലോകത്തിലായിരിക്കെ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. കൊളോസസ് 4:2. കൊളോസോസ് 4:2. കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. വെളിപാടിന്റെ പുസ്തകത്തിൽ ഒരു വലിയൊരു കാര്യം ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശൈലിയായി മാറണം, നമ്മുടെ പ്രാർത്ഥനയൊക്കെ അതുപോലെയായി മാറണം. വെളിപാട് 4:8. വെളിപാട് 4:8. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം, ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപ്പകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ബൈബിളിലെ പൂർവപിതാവായ യൗസേപ്പും ജോബും ദാവീദും പത്രോസും പൗലോസും മറ്റെല്ലാവരും അവരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരാജയം ദൈവത്തിന്റെ അഭാവത്തിന്റെ തെളിവല്ല, പലപ്പോഴും അത് അവിടുത്തെ ആഴമുള്ള പരിപാലന പദ്ധതിയുടെ ഭാഗമായിരിക്കും എന്നതാണ്. നമുക്ക് പൂർവപിതായ ഔസേപ്പിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ പൂർവപിതാവായ ഔസേപ്പിനെ ഒരു നേരിട്ടുള്ള സാന്നിധ്യ സ്വരമോ
രക്ഷപ്പെടുത്തുമെന്നൊരു വാഗ്ദാനമോ ഒന്നും ലഭിക്കാത്ത സ്വപ്നങ്ങൾ മാത്രം കൊടുത്ത ഒരു ജീവിതം. അപരനാണ് തിരിച്ചറിയുന്നത്, അതും വിജാതീയരാണ് തിരിച്ചറിയുന്നത് പൂർവപിതാവായ യൗസേപ്പിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ടെന്നുള്ളത്. സഹോദരങ്ങൾ തിരിച്ചറിഞ്ഞില്ല. അതാണ് ദൈവപരിപാലനയുടെ ഒരു കാതലായ ഒരു കാര്യം. ഉൽപ്പത്തി 39:2. ഉൽപ്പത്തി 39:2. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി. ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നു അവൻ. ഉൽപ്പത്തി 39:3. ഉൽപ്പത്തി 39:3. കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവന്റെ യജമാനന് മനസ്സിലായി. ഉൽപ്പത്തി 39:21. ഉൽപ്പത്തി 39:21. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു, അവന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരന്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു. ഉൽപ്പത്തി 39:23. ഉൽപ്പത്തി 39:23. അവിടെയെല്ലാം ജോസഫിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല, കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ദൈവപരിപാലനയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ നിശബ്ദ സാന്നിധ്യമാണ്. വളരെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിലെ നിശബ്ദ സാന്നിധ്യം ഈശോയുടെ സഹനത്തിന്റെ നിമിഷങ്ങളിലെ ഏറ്റവും അവസാനമായി കുരിശിൽ നാം കാണുന്ന പിതാവിന്റെ സാന്നിധ്യം. അതുണ്ടോ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഈശോയുടെ ചോദ്യം എന്താണത്? മത്തായി 27:46. മത്തായി 27:46. ഏകദേശം 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലിമ സബക്താനി, അതായത് എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഇത് സങ്കീർത്തനത്തിൽ നിന്നാണ്. സങ്കീർത്തനം 22:1. സങ്കീർത്തനങ്ങൾ 22:1. എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു. എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്. ഈ ഒരൊറ്റ വചനം വായിച്ചാൽ തോന്നിപ്പോകും പിതാവായ ദൈവം മകനെ ഉപേക്ഷിച്ചു എന്ന്. കാരണം ഇവിടെ ഒരു വചനമേ പറഞ്ഞിട്ടുള്ളൂ. ആ സങ്കീർത്തനം പൂർണ്ണമായിട്ടും ഈശോ പറഞ്ഞിട്ടുണ്ടാവില്ലേ? വെറും ആ ഒരു വചനം മാത്രമേ പറഞ്ഞിട്ടുണ്ടാവൂ. ആ സങ്കീർത്തനം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവസാനത്തെ വചനം സങ്കീർത്തനം 22:31. സങ്കീർത്തനങ്ങൾ 22:31. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടുത്തത് എന്നവർ ഉദ്ഘോഷിക്കും. കർത്താവാണ് മോചനം നേടിത്തന്നത്. ദൈവപരിപാലന തിരുഹിതം തിരിച്ചറിയുക എന്നുള്ളത് ഇതാണ്. കർത്താവാണ് മോചനം നേടി തരുന്നത്. സങ്കീർത്തനം 3:8. സങ്കീർത്തനങ്ങൾ 3:8. വിമോചനം കർത്താവിൽ നിന്നാണ്, അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ. ദൈവപരിപൂർണതയിലേക്കുള്ള തിരിച്ചുവരവ്
മനുഷ്യകുലത്തിന് സാധ്യമാകുന്നത് ഈശോയിലൂടെ ഉണ്ടാകുന്ന വിമോചനമാണ്. അതുകൊണ്ടാണ് ഈശോ സ്വയം വെളിപ്പെടുത്തിയത് യോഹന്നാൻ 14:6 യോഹന്നാൻ 14:6. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണുന്ന ഒരു അന്തർധാര ദൈവ സാന്നിധ്യത്തിന്റെ വാഗ്ദാനമാണ്. ദൈവ പരിപാലനയിലുള്ള വിശ്വാസത്തിലും ആ തിരുഹിതത്തിലും വളരുക എന്ന് പറയുന്നത് ഈ ദൈവ സാന്നിധ്യ അവബോധത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇത് തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവർക്കും ഉള്ള ഒരു വാഗ്ദാനമാണ് ദൈവത്തിന്റെ. മോശ അസാധ്യമെന്ന് വിചാരിക്കുന്ന ഒരു ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ദൈവം ശക്തിപ്പെടുത്തിയത് അവിടുത്തെ സാന്നിധ്യം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. പുറപ്പാട് 3:12. പുറപ്പാട് 3:12. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. മോശയ്ക്ക് ശേഷം ജോഷുവ ഏറ്റെടുത്തപ്പോഴും ഇത് തന്നെയായിരുന്നു വാഗ്ദാനം. ജോഷുവ 1:9. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജെറമിയ എതിർപ്പും വൈരാഗ്യവും നിറഞ്ഞ ഒരു ജനത്തിന്റെ നടുവിലേക്കാണ് അയക്കപ്പെടുന്നത്. ഇന്നും ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായിട്ട് നാം കടന്നു ചെല്ലുന്നത് വൈരാഗ്യത്തിന്റെയും എതിർപ്പിന്റെയും സാഹചര്യത്തിലേക്കാണ്. അവിടെ ജെറമിക്ക് നൽകുന്ന ആശ്വാസ വചനങ്ങൾ എന്തൊക്കെയാണ്? അത് തന്നെയല്ലേ ആ ദൈവ സാന്നിധ്യ അവബോധത്തിലേക്കും തന്നെയല്ലേ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നത്? ജെറമിയ 1:19. ജെറമിയ 1:19. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമിയ 15:20. ജെറമിയ 15:20. ഈ ജനത്തിനു മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമിയ 20:11. ജെറമിയ 20:11. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. അതിനാൽ എന്റെ പീഡകർക്ക് കാലിടറും. അവർ എന്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. ദൈവ പരിപൂർണതയിലേക്കുള്ള തിരിച്ചുവരവിന് ഒരു സൃഷ്ടി എന്ന നിലയ്ക്ക് മാതാവ് കൊടുത്ത യെസ് ദൈവ സാന്നിധ്യ അവബോധത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയിട്ടല്ലേ? ലൂക്ക 1:28. ലൂക്ക 1:28. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈശോ ലോകാന്ത്യം വരയ്ക്ക് സാന്നിധ്യം വാഗ്ദാനം ചെയ്തുകൊണ്ടല്ലേ കടന്നുപോയത്? ഇന്ന് കുർബാനയിൽ
സന്നിധനായിരിക്കുന്നതും ആ സാന്നിധ്യത്തെ തന്നെയല്ലേ ഓർമ്മപ്പെടുത്തുന്നത്? മത്തായി 28:20. മത്തായി 28:20. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പൗലോസ് ലീഹ തന്റെ ജീവിതത്തിൽ ഈ കാര്യം പൂർത്തീകരിക്കാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട സമയത്ത് ആത്മാവിലുണ്ടായിരുന്ന ബോധ്യം എന്താണ്? 2 തിമോത്തി 4:16-17. 2 തിമോത്തി 4:16-17 തിരുവചനങ്ങൾ. എന്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എന്റെ ഭാഗത്തില്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ കർത്താവിന്റെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാ വിജാതീയരും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി വ്യാഖ്യാനിക്കുന്നതിനു വേണ്ടി ശക്തി അവിടുന്ന് എനിക്ക് നൽകി. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷിക്കപ്പെട്ടു. ഇന്നത്തെ മനുഷ്യൻ പലവിധ ഭയങ്ങളുടെ പിടിയിലാണ്. ഈ ഭയങ്ങളെ അതിജീവിക്കാനുള്ള ദൈവിക പ്രതിവിധിയാണ് ദൈവ സാന്നിധ്യ ബോധം. സങ്കീർത്തനം 23:4. സങ്കീർത്തനങ്ങൾ 23:4. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. ഏശയ്യ 41:10. ഏശയ്യ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഏശയ്യ 43:5. ഏശയ്യ 43:5. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്കുനിന്ന് നിന്റെ സംഗതിയെ ഞാൻ കൊണ്ടുവരും. പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എസെക്കിയേൽ 3:14. എസെക്കിയേൽ 3:14. ആത്മാവ് എന്നെ ഉയരത്തിലൂടെ വഹിച്ചു കൊണ്ടുപോയി. പര്യാകുലനും അമർഷം പൂണ്ടവനുമായിട്ടാണ് ഞാൻ പോയത്. എന്നാൽ ദൈവത്തിന്റെ കരം എന്റെ മേൽ ശക്തമായിരുന്നു. ദൈവ സാന്നിധ്യ ബോധം ശക്തമാകുമ്പോൾ ഭയത്തിന്റെ ആധിപത്യം നഷ്ടപ്പെടും. ജോസഫിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയപ്പെടാനുള്ള സാധ്യതകൾ മാത്രമുള്ളൊരു ജീവിതം. ആകെ കൂടെ കൈമുതലുള്ളത് ആദ്യ ദിനങ്ങളിൽ കണ്ട കുറച്ച് സ്വപ്നങ്ങൾ മാത്രം. പിന്നെയുള്ളതെല്ലാം ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ. പക്ഷേ ജോസഫിൽ ഉണ്ടായിരുന്ന വളർച്ച എന്ന് ഈ ദൈവ സാന്നിധ്യബോധം ശക്തമാകുകയാണ് ചെയ്തത്. അപ്പൊ ജോസഫിനുണ്ടാകുന്ന വലിയൊരു ബോധ്യം അതോടൊപ്പം മറ്റെല്ലാ സുരക്ഷിതങ്ങളും അനാവശ്യമാണെന്നുള്ള ബോധ്യം. നാം ഇന്നും ദൈവപരിപാലനയിൽ വിശ്വസിക്കാത്തതിന്റെ കാരണം നമുക്ക് ഇപ്പോഴും എന്തൊക്കെയോ സുരക്ഷിതത്വങ്ങൾ ഉണ്ട്. അതിൽ നല്ലൊരു ശതമാനം മനുഷ്യരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇത് തന്നെയാണ് മനുഷ്യനെ ഏറ്റവും വലിയ പാപ്പരത്വത്തിലേക്കും നയിക്കുന്നത്. മനുഷ്യൻ എന്താ? ഏശയ്യ 2:22. ഏശയ്യ 2:22. മനുഷ്യനിൽ ഇനി വിശ്വാസം അർപ്പിക്കരുത്. അവൻ ഒരു ശ്വാസം മാത്രം. അവൻ എന്തു വിലയുണ്ട്? സങ്കീർത്തനം 62:9. സങ്കീർത്തനങ്ങൾ 62:9.
9. മർത്യൻ ഒരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തെക്കാൾ ലഘുവാണ്. സങ്കീർത്തനം 118 8 9. സങ്കീർത്തനങ്ങൾ 118 8 9 തിരുവചനങ്ങൾ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. സങ്കീർത്തനം 146 3. സങ്കീർത്തനങ്ങൾ 146 3. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുത്. ദൈവ സാന്നിധ്യം തന്നെയാണ് നമ്മുടെ പൂർണ്ണതയും ന്യായീകരണവും. റോമ 8:31. റോമ 8:31. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സങ്കീർത്തനം 118:6. സങ്കീർത്തനങ്ങൾ 118:6. കർത്താവിന്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഏശയ്യ 50:8 9. യേശയ്യ 50 8 9 തിരുവചനങ്ങൾ. എനിക്ക് നീതി നടത്തി തരുന്നവൻ എന്റെ അടുത്തുണ്ട്. ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? നമുക്ക് നേരിടാം. ആരാണ് എന്റെ എതിരാളി? അവൻ അടുത്തു വരട്ടെ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. ആരെന്നെ കുറ്റം വിധിക്കും? അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഇരട്ടവാലൻ അവരെ കരണ്ടു തിന്നും. 2 കൊരിന്തോസ് 3:5. 2 കൊരിന്തോസ് 3:5. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. ദൈവ സാന്നിധ്യ ബോധത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് സ്വയമേ പൈശാചിക ശക്തിയിൽ നിന്ന് പൂർണ്ണമായി വിടുതലും അതുപോലെ തന്നെ വിടുതലിന്റെ ശുശ്രൂഷകരുമായി മാറുന്നത്. വെറും മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കില്ല. ദൈവ സാന്നിധ്യത്തിന്റെ വലിയ ബോധ്യത്തിലാണ് ഈ ശുശ്രൂഷ നടക്കേണ്ടത്. 1 യോഹന്നാൻ 4:4. 1 യോഹന്നാൻ 4:4. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 2 ദിനവൃത്താന്തം 32:7. 2 ദിനവൃത്താന്തം 32:7. ശക്തന്മാരും ധീരന്മാരുമായിരിക്കുവിൻ. അസിറിയ രാജാവിനെയും അവന്റെ സൈന്യവ്യൂഹത്തെയും കണ്ട് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. അവനോട് കൂടെ ഉള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. ദൈവ പരിപൂർണതയിലേക്കുള്ള തിരിച്ചുവരവിലാണോ നാം എന്നുള്ളതിന് ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷ പൗലോസ്ലീഹ നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ള ചോദ്യം 2 കൊരിന്തോസ് 13:5. 2 കൊരിന്തോസ് 13:5. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതാണ് പരീക്ഷ. യേശു ക്രിസ്തു എന്നിലുണ്ടോ? അവിടുന്നാണോ വളരുന്നത് അതോ ഞാനാണോ വളരുന്നത്? യോഹന്നാൻ 3:30. യോഹന്നാൻ
3:30. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. കൊളോസോസ് 1:27. കൊളോസോസ് 1:27. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നത് തന്നെ. ക്രിസ്തു നമ്മളിൽ ഉണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവരാജ്യം നമ്മളിലുണ്ട്. ദൈവരാജ്യം നമ്മളിൽ ഉണ്ട് എന്ന് പറയുന്നതാണ് ദൈവ പരിപൂർണത. ലൂക്ക 17:21. ലൂക്ക 17:21. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ദൈവരാജ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇന്റേണൽ, അതായത് നമ്മുടെ ആന്തരികമായ ഭാവങ്ങൾ എന്നുള്ളത് പൗലോസ് ലീഹ റോമ 14:17 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമ 14:17. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. കൊളോസോസ് 3:15. കൊളോസോസ് 3:15. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. ദൈവിക സമാധാനത്തിലായിരിക്കുമ്പോഴാണ് ദൈവ പരിപൂർണതയുടെ അടയാളം എന്ന് പറഞ്ഞത് കൃതജ്ഞത പൂർണരായിരിക്കാൻ സാധിക്കുക. കാരണം ദൈവം വാഗ്ദാനം ചെയ്യുന്ന സമാധാനം ലോകത്തിന്റെ സമാധാനം പോലെയല്ല. യോഹന്നാൻ 14:27. യോഹന്നാൻ 14:27. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഫിലിപ്പിയ 4:7. ഫിലിപ്പി 4:7. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഈ സമാധാനത്തിന് വലിയ ശക്തിയുണ്ട്. ആ ശക്തിയാണ് എല്ലാ ശത്രുതകളുടെ മതിലുകളും തകർക്കുന്നത്. ദൈവ പരിപൂർണതയില് ആണത് സംഭവിക്കുന്നത്. എഫേസൂസ് 2:14. എഫേസൂസ് 2:14. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൊളോസോസ് 1:29. കൊളോസോസ് 1:29. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിനു വേണ്ടിയത്ര അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. 1 കൊരിന്തോസ് 15:10. 1 കൊരിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഏശയ്യ 26:12. ഏശയ്യ 26:12. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു. ഞങ്ങളുടെ പ്രവർത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നത്.
യൗസേപ്പിന്റെ ജീവിതം വെളിപ്പെടുത്തുന്നത് ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും സ്വന്തം സഹോദരന്മാര് അവനെ അടിമത്തത്തിലേക്ക് വിറ്റപ്പോൾ, വ്യാജാരോപണത്തെ തുടർന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ, പാനപാത്രവാഹകൻ 2 വർഷം അവനെ മറന്നപ്പോൾ, ഫറവന്റെ ഭരണത്തിൽ ദൈവം യൗസേപ്പിനെ ഉയർത്തിയപ്പോൾ, തന്നെ വേദനിപ്പിച്ച സഹോദരന്മാരെ യൗസേപ്പ് ഹൃദയപൂർവ്വം ക്ഷമിക്കുകയും അവരുമായി വീണ്ടും ഐക്യം സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ ദൈവ സാന്നിധ്യം അവനോടുകൂടെ നിലനിന്നിരുന്നു. ഈ ഒരു സത്യമാണ് നമ്മെ ആഴങ്ങളിലേക്ക് നയിക്കേണ്ടത്. ഇവിടെ ഒരു ആന്തരിക ചോദ്യമുണ്ട് നമുക്ക്. എന്തിനാണ് ഈ മനുഷ്യനെ 13 വർഷം ഒരു സ്വപ്നം കണ്ടതിനോ ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടി വന്നത്? നമ്മളും ചോദിച്ചു പോകാറില്ലേ, എന്തിനാണ് ഇത്ര കാലതാമസം? ഇതിനെല്ലാം ഉത്തരവുണ്ട് വചനത്തിൽ. ഹെബ്രായർ 12:6. ഹെബ്രായർ 12:6. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ഹെബ്രായർ 12:7. ഹെബ്രായർ 12:7. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏതു മകനാണുള്ളത്? ജ്ഞാനം 17:1. ജ്ഞാനം 17:1. അങ്ങയുടെ വിധികൾ മഹത്തമവും അവർണ്യവുമാണ്, അതിനാൽ ശിക്ഷണം ലഭിക്കാത്തവർ വഴിതെറ്റിപ്പോകുന്നു. ഹെബ്രായർ 12:10 ലാസ്റ്റ് ലൈൻ. ഹെബ്രായർ 12:10. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. പ്രഭാഷകൻ 18:14. പ്രഭാഷകൻ 18:14. തന്റെ നീതി വിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. ജീവിതത്തിലെ കഠിന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യൗസേപ്പ് വിശുദ്ധമായ സ്വഭാവ ഗുണങ്ങൾ വളർത്തി ഉന്നതത്തിലേക്ക് കടക്കുകയാണ്. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൂടെ ദൈവപരിപാലനയിലൂടെ തിരുഹിതം മനസ്സിലാക്കി പൂർവപിതാവായ യൗസേപ്പിനെ പോലെ വിശുദ്ധമായ സ്വഭാവ ഗുണങ്ങളിന്റെ ആഴങ്ങൾ സ്വന്തമാക്കണ്ടേ? 7 തലങ്ങളിലൂടെയാണ് നാം ഇത് കാണുക. ഇത് കേൾക്കുമ്പോൾ നാം എവിടെ എത്തിയെന്നും നമുക്ക് എത്രമാത്രം ഇനിയും വളരേണ്ടതുണ്ടെന്നും ബോധ്യം ദൈവം നൽകും. ആദ്യത്തത്, പൂർവപിതാവായ യൗസേപ്പിനുണ്ടായ കഠിനമായ സാഹചര്യത്തിലെ അചഞ്ചലമായ സത്യസന്ധത. ഈ സത്യസന്ധതയാണ് വഴി നടത്തുക. സുഭാഷിതം 11:3. സുഭാഷിതങ്ങൾ 11:3. സത്യസന്ധരുടെ വിശ്വസ്തത അവർക്ക് വഴികാട്ടുന്നു, വഞ്ചകരുടെ വക്രത അവരെ നശിപ്പിക്കുന്നു. ഉൽപ്പത്തി 39:9.
അതിലെ അവസാനത്തെ വരി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. ഉൽപ്പത്തി 39:9. എല്ലാം അവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. എന്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെയല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവന്റെ ഭാര്യയായതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? പൂർവപിതാവായ യൗസേപ്പിനുണ്ടായ വലിയ ആത്മീയ ബോധ്യമുണ്ട്. ജഡിക ആകർഷണത്തെക്കാൾ വിലയേറിയതാണ് ദൈവ സാന്നിധ്യ അവബോധം എന്നും പൂർവപിതാവായ യൗസേപ്പ് കൊണ്ടു നടന്ന ഒരു ബോധ്യത്തിന്റെ പ്രതിഫലനമാണ് ഇവിടെ കാണുന്നത്. എല്ലാം കാണുന്ന ദൈവം. ഇതാണ് നാം സങ്കീർത്തനം 139 തലക്കെട്ടും അതിൻ്റെ ഉള്ള വചനങ്ങൾ മുഴുവൻ കാണുന്നത്. അതിലെ 7-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അങ്ങയുടെ സാന്നിധ്യം വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും. ജ്ഞാനം 1:7. ജ്ഞാനം 1:7. കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. നമ്മുടെ ആന്തരികതയിൽ നടക്കുന്ന ഒരു കാര്യമാണ് മുറുമുറുപ്പ്. അതുപോലും അവിടുത്തെ ശ്രദ്ധയിൽ നിന്ന് പോവുകയില്ല എന്ന് ജ്ഞാനം 1:10 നാം വായിക്കും. ജ്ഞാനം 1:10. അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു. മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല. ജെറമിയ 23:24. ജെറമിയ 23:24. എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ഇത് ചോദിക്കുന്നത്. ബന്ധനമില്ലാത്തവരുടെ മുഖത്ത് ദൈവിക ചൈതന്യം കാണും. നമ്മുടെ മുഖത്ത് ദൈവിക ചൈതന്യമാണോ അതോ വശീകരണ അരൂപിയാണോ ഉള്ളത്? ഇത് നാം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആത്മാവിനോട് ചോദിക്കേണ്ടതാണ്. ഇനിയെങ്കിലും അത്തരം അംശങ്ങള് വശീകരിക്കാൻ വേണ്ടി നടക്കുന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ദൈവാത്മാവിൽ വളരുന്നവരുടെ അടയാളമാണിത്. അവരുടെ മുഖത്ത് ദൈവിക ചൈതന്യം ഉണ്ടാകും. അപ്പസ്തോല നടപടി 6:15. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6:15. സംഘത്തിലുണ്ടായിരുന്നവർ അവനെ സൂക്ഷിച്ചു നോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു. ദൈവദൂതന്റെ മുഖം പോലെ ആകേണ്ടവരാണ് ദൈവ പരിപാലനയുടെ പൂർണ്ണതയിലേക്ക് വളരുന്നവർ. സങ്കീർത്തനം 34:5. സങ്കീർത്തനങ്ങൾ 34:5. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി. ദൈവിക ചൈതന്യമാണ് അവരിൽ നിന്ന് പോകുന്നത്. അത് വിശുദ്ധിയുടെ ചൈതന്യമാണ്. വിശുദ്ധിയോടുകൂടിയ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും പോയതുകൊണ്ട് ദൈവത്തെ കണ്ടു എന്ന് പറയാൻ പറ്റില്ല. വിശുദ്ധി ഉണ്ടെങ്കിലേ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടവരുടെ മുഖം ദൈവദൂതന്മാരുടെ പ്രകാശം ഉണ്ടാവും. ഒരു തരത്തിലുള്ള വശീകരണവും ഉണ്ടാവില്ല. മത്തായി 5:8. മത്തായി 5:8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹെബ്രായർ 12:14. ഹെബ്രായർ 12:14. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. പൂർവപിതാവായ യൗസേപ്പിനുണ്ടായിരുന്ന രണ്ടാമത്തെ വിശുദ്ധ ഗുണം, അതിന്റെ വളർച്ച എന്നുള്ളത് ആഴമായ സഹാനുഭൂതി. ഉൽപ്പത്തി 40:6-7.
ഉൽപ്പത്തി 40:6-7 തിരുവചനങ്ങൾ. ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. തന്റെ യജമാനന്റെ വീട്ടിലെ തടവറയിൽ തന്നോടൊത്ത് കഴിയുന്ന ആ ഉദ്യോഗസ്ഥന്മാരോട് അവൻ ചോദിച്ചു, നിങ്ങളുടെ മുഖത്ത് എന്താണ് ഇന്നൊരു വിഷാദം? നാം ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ കുറെ പേര് ചിരിച്ചു കാണിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ വിഷാദം കാണാനുള്ള വളർച്ച നമുക്ക് സഹാനുഭൂതിയിലൂടെ ലഭിച്ചിട്ടുണ്ടോ? ഫിലിപ്പിയ 2:4 നാം വളർന്നിട്ടുണ്ടോ? ഫിലിപ്പി 2:4. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. മൂന്നാമതായി പൂർവ്വപിതാവിനുണ്ടായിരുന്നത് അസാധാരണമായ അധ്വാനശീലമാണ്. സ്വപ്നങ്ങൾ കണ്ട് മിഥ്യാബോധത്തിൽ ജീവിക്കുന്ന ഒരു പൂർവ്വപിതാവിനെയല്ല നാം 13 വർഷത്തിന്റെ കഠിന സാഹചര്യങ്ങളിൽ കാണുക. എപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളൊന്നും മാറണമെന്നില്ല. നമുക്ക് നൽകപ്പെട്ട സാഹചര്യങ്ങളിൽ ദൈവത്തെയും സഹമനുഷ്യരെയും സേവിക്കാൻ സാധിക്കുമോ? അതോ സ്വപ്ന ലോകത്തിൽ കറങ്ങി നടത്തുന്ന ഒരു ജീവിതമാണോ നമ്മുടെ? ഉൽപ്പത്തി 39:22-23. ഉൽപ്പത്തി 39:22-23 തിരുവചനങ്ങൾ. കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ തടവുകാരുടെ എല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു. അവിടെയെല്ലാം ജോസഫിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. ജോസഫിനെ പരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ദൈവം നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് പൗലോസ്ലീഹായിലൂടെ നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. കൊളോസോസ് 3:23. കൊളോസോസ് 3:23. നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെ അല്ല, ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. എഫേസോസ് 6:7-8. എഫേസോസ് 6:7-8 തിരുവചനങ്ങൾ. മനുഷ്യനു വേണ്ടിയല്ല, കർത്താവിനു വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ. നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ദൈവപരിപാലന തിരുഹിതത്തിന്റെ വളർച്ചയിൽ കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ പൂർവ്വപിതാവ് യൗസേപ്പിൽ വളർന്നത് നാലാമതായി വിനയവും ദൈവവിശ്വാസവുമാണ്. ദൈവം കൊടുത്ത ദാനത്തെ അഹങ്കരിച്ചില്ല. എന്താണ് യൗസേപ്പ് പറഞ്ഞ കാര്യം? ഉൽപ്പത്തി 41:16. ഉൽപ്പത്തി 41:16. ജോസഫ് ഫറവോയോട് പറഞ്ഞു, അത് എന്റെ കഴിവല്ല, എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. 1 പത്രോസ് 5:6. 1 പത്രോസ് 5:6. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവപരിപാലനയിൽ വളർന്ന യൗസേപ്പിനെ പിതാവായി ദൈവം അഞ്ചാമതായി പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷിയും സഹിഷ്ണുതയും കൊടുത്തു.
ആർക്കു വേണ്ടി ഉപകാരം ചെയ്തു അവർ മറന്നു പോകുന്ന അവസ്ഥ. നമ്മുടെ പലരുടെയും ആന്തരിക മുറിവ് എന്ന് പറയുന്നത് വിലമതിക്കപ്പെടാതെയും വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. അവരെന്താ എന്നെ ഓർക്കാതിരുന്നേ? പക്ഷെ നമ്മളൊരു ചോദ്യം ചോദിക്കണം, നാം എത്ര പേരെ മറന്നു? നമുക്ക് മറന്നുപോയവരുടെ പട്ടികയില്ല, പക്ഷെ നമ്മെ മറന്നവരുടെ പട്ടികയിൽ അവരോട് നാം ആന്തരികമായി കൊണ്ടു നടക്കുന്ന ഒരു തരം വൈമനസ്യം, അത് നമ്മെ തളർത്തുകയാണ് ചെയ്യുന്നത്, അതൊരിക്കലും വളർത്തില്ല. പക്ഷെ പൂർവ്വപിതാവായ യോസേപ്പ് ഇവിടെ എല്ലാം വളർന്നു. ഉൽപ്പത്തി 40:23. ഉൽപ്പത്തി 40:23. എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല, അവനെ മറന്നുകളഞ്ഞു. ഇന്ന് പല മനുഷ്യരും അനാഥത്വത്തിന്റെയും തിരസ്കരണത്തിന്റെയും മുറിവിൽ വളരെയധികം ബന്ധനത്തിന്റെ വാതിലുകൾ തുറന്നിട്ടേക്കാണ്. പിശാചിന് ഓടിക്കയറാം. ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മോചിതരാകണം. എന്നാലേ ദൈവ പരിപാലനയിലുള്ള തിരുഹിതത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം ഉണ്ടാകും. ഏശയ്യാ 49:15. യേശയ്യാ 49:15. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സങ്കീർത്തനം 27:10. സങ്കീർത്തനങ്ങൾ 27:10. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. 6ാമത്തെ തലത്തിലേക്ക് പൂർവ്വപിതാവായ യൗസേപ്പിനെ വളർത്തിയത് വൈകാരിക പക്വതയിലാണ്. നമുക്ക് എത്രമാത്രം വൈകാരിക പക്വതയുണ്ട്? നമ്മെ തഴഞ്ഞവരുടെ മുമ്പില് നാം എങ്ങനെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിൽക്കുന്നത്. ജ്ഞാനം 5:1. ജ്ഞാനം 5:1. നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തന്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും. അതിനൊരു ആത്മീയ രഹസ്യം പൗലോസ്ലീഹ പറയുന്നത് റോമ 12:21. റോമ 12:21. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. തിന്മ കീഴടക്കാതിരിക്കണമെങ്കിൽ അതിന്റെ മാലിന്യമേശാത്ത ഒരു ജീവിത ശൈലി നാം സ്വന്തമാക്കണമെന്ന് പൗലോസ്ലീഹ തന്നെ റോമ 16:19 പറയുന്നത്. റോമ 16:19. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തിന്മയുടെ മാലിന്യമേശാത്ത പൂർവ്വപിതാവ് എവിടെ പോയപ്പോഴും ഈ വൈകാരിക പക്വതയുള്ളത് കൊണ്ട് അത് പോത്തിഫറിന്റെ വീട്ടിലായാലും കാരാഗ്രഹത്തായാലും ഫറോന്റെ അടുത്തായാലും അനുഗ്രഹമായി മാറി. പിന്നെ അവസാനം സ്വന്തം സഹോദരങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത എല്ലാം ഓർമ്മയുണ്ടായിരുന്നിട്ടും അവരോട് ഇടപെട്ടതോ ഉൽപ്പത്തി 45:5. ഉൽപ്പത്തി 45:5. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട, കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. 7ാമത്തെ ഉന്നത തലം
അത് ദൈവ പരിപാലന വിശ്വാസത്തിലെ പക്വത. ഇത് നമുക്ക് പൂർവ്വപിതാവിൽ കാണാൻ സാധിക്കും. ഏശയ 38:17 ആദ്യത്തെ വരി. യേശയ്യ 38:17 എന്റെ കഠിനവേദന എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഈ ഒരു ബോധ്യം നമ്മെ വിളിച്ചിട്ടുള്ളത് സുവിശേഷം പങ്കുവെക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണെന്ന് ഫിലിപ്പിയ 1:12. ഫിലിപ്പി 1:12 സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 119:71. സങ്കീർത്തനങ്ങൾ 119:71 ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. റോമ 8:28. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി 50:20. ഉൽപ്പത്തി 50:20 നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ദൈവ പരിപാലന വിശ്വാസത്തിന്റെ പക്വതയുടെ ആഴങ്ങളിലേക്ക് ദൈവം നമ്മെ കൈപിടിച്ച് നടത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.